എഡ്യൂക്വസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 500 ചോദ്യങ്ങളാണ്. PSCയുടെ വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഇതൊരു റിവിഷനായിട്ട് കാണുക. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതം. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. നെല്ലിക്കയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ജീവകം. ജീവകം സി. കെ കേളപ്പൻ്റെ അറസ്റ്റിനു ശേഷം കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് മൊയ്യാരത്ത് ശങ്കരൻ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ. തലയോട്ടിയിലെ അസ്ഥികളിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി കീഴ്ത്താടിയെല്ല്. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഹീമോഫീലിയ. പാമ്പുകൾ ഗന്ധം അറിയുന്നത് നാക്ക് ഉപയോഗിച്ച്. സുമംഗല എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന എഴുത്തുകാരിയുടെ യഥാർത്ഥ പേര് ലീല നമ്പൂതിരിപ്പാട്. ചീരയിലയിൽ അതിൻ്റെ ചുവപ്പു നിറത്തിനു കാരണം ആന്തോസയാനിൻ. പ്രകാശത്തിൻ്റെ വേഗം കൃത്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് എ മൈക്കൽസൺ. സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. ഫോട്ടോ ഇലക്ട്രിക് പ്രതിഭാസം കണ്ടുപിടിച്ചത് ഹെൻറിച്ച് റുഡോൾഫ് ഹെർട്സ്. പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നുപോകുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്ന നിറം വയലറ്റ്. കടലിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ CV രാമൻ. ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് നരീന്ദർ സിംഗ് കബാനി. വെള്ളത്തിൽ കലർന്ന എണ്ണപ്പാളികളിൽ കാണുന്ന വർണ്ണരാജിക്ക് കാരണം വ്യതികരണം അഥവാ ഇൻ്റർഫിയറൻസ്. ഏറ്റവും ചൂടുകൂടിയ നക്ഷത്രം കാണപ്പെടുന്ന നിറം നീല. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ശാസ്ത്രീയമായി തെളിയിച്ച ശാസ്ത്രജ്ഞൻ നിക്കോളാസ് കോപ്പർനിക്കസ്. സൗരയൂഥം കടന്ന ആദ്യ മനുഷ്യനിർമ്മിത പേടകം വോയേജർ 1. പണ്ടാരപ്പാട്ട വിപ്ലവം നടന്ന വർഷം 1865. ഒരു ഭൂപടത്തിൻ്റെ മുകൾ ഭാഗം ഏത് ദിക്കിനെ സൂചിപ്പിക്കുന്നു? വടക്ക്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. ആരുടെ വരികളാണിത്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആഹാര അവശിഷ്ടങ്ങളിൽ ബാക്ടീരിയ പ്രവർത്തിച്ചുണ്ടാകുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ്. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥ തലയോട്. വിദേശത്ത് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. 1965 ഇന്ത്യ പാക് യുദ്ധത്തിന് അനുബന്ധമായി ഒപ്പുവയ്ക്കപ്പെട്ട ഉടമ്പടി ഏതാണ്? താഷ്കന്റ് കരാർ. സംസ്ഥാന മുഖ്യമന്ത്രിയായ ആദ്യത്തെ വനിത ആരാണ്? സുജേത കൃപലാനി. സംസ്ഥാന ഗവർണറായ ആദ്യത്തെ വനിതയാര്? സരോജിനി നായിഡു. 1953 UN പൊതുസഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആരാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഏറ്റവും വലിയ ചിഹ്നഗ്രഹം അഥവാ ആസ്ട്രോയിഡ് സിറിസ്. ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകര അന്റാർട്ടിക്ക.
1914 ഒന്നാം ലോകമഹായുദ്ധം തുടങ്ങുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത്? ഹെർബർട്ട് ഹെൻറി ആസ്ക്വിത്ത്. 1908 മുതൽ 1916 വരെയാണ് അദ്ദേഹം ഭരിച്ചിരുന്നത്. തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന് കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി? AB വാജ്പേയി. ബാലിസ്റ്റിക് മിസൈൽ കണ്ടുപിടിച്ചത്? വെർണർ വോൺ ബ്രോൺ. ഗോവയിലെ ഔദ്യോഗിക ഭാഷ? കൊങ്കണി. ഭൂമിയിൽ നിന്ന് ഏറ്റവും വലുപ്പത്തിൽ കാണാവുന്ന നക്ഷത്രം? സൂര്യൻ. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഗ്രാഫൈറ്റ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ്. ഇത് പറഞ്ഞത് റൂസോ. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത്? PC മഹലനോബിസ്. ഏത് ഇന്ത്യൻ സംഗീതജ്ഞയുടെ ശബ്ദമാണ് വോയേജർ 2-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സുർശ്രീ കേസർബായ് കെർക്കർ. സൂര്യഗ്രഹണ സമയത്ത് ദൃശ്യമാകുന്ന സൗരവലയം? കൊറോണ. ഭൂമിയിൽ നിന്ന് ദൃശ്യമായ സൂര്യൻ്റെ പ്രതലം? ഫോട്ടോസ്ഫിയർ. അച്ചുതണ്ടിൻ്റെ ചരിവ് ഏറ്റവും കുറഞ്ഞ ഗ്രഹം? ബുധൻ. വർഷത്തേക്കാളും ദിവസത്തിന് ദൈർഘ്യമുള്ള ഗ്രഹം? ശുക്രൻ. ഭൂമിക്ക് പുറമെ ഹരിതഗ്രഹ പ്രഭാവമുള്ള ഏക ഗ്രഹം? ശുക്രൻ. ഭൂമിയുടേത് പോലുള്ള ഋതുക്കളുള്ള ഗ്രഹം? ചൊവ്വ. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം? ചൊവ്വയുടെ ഉപഗ്രഹമായ ഡീമോസ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹം? ശനി. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു? കൊൽക്കത്തയിലെ നൊഖാലിയിൽ. മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത്? പാർലമെന്റിന്. ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങളിൽ യുക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിന്. ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 226. ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മാഗ്ന കാർട്ടയിൽ. ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടന ഭേദഗതി? 42ാം ഭരണഘടനാ ഭേദഗതി. ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? KM മുൻഷി. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള അവിഭക്ത ഇന്ത്യയെ പാകിസ്ഥാൻ എന്നും ഇന്ത്യ എന്നും രണ്ട് പ്രദേശമാക്കി നിർവചിച്ച ആദ്യ നിയമം ഏത്? 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. സുപ്രീം കോടതിയിലെയോ ഹൈക്കോടതികളിലെയോ ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന പ്രക്രിയ? ഇംപീച്ച്മെന്റ് പ്രക്രിയ. ഹൈക്കോടതി ജഡ്ജിയെ ഒരു കോടതിയിൽ നിന്ന് മറ്റൊരു കോടതിയിലേക്ക് സ്ഥലം മാറ്റാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് ഉള്ളത്. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത? ലക്ഷ്മി N മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ പട്ടേലിൻ്റെ വലം കൈ ആയി പ്രവർത്തിച്ച മലയാളി ആരാണ്? VP മേനോൻ. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന കൃതിയുടെ കർത്താവാരാണ്?
രാമചന്ദ്ര ഗുഹ. ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തുടങ്ങിയത് ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. കശ്മീരിനെ ഇന്ത്യയോട് ചേർക്കാൻ തീരുമാനിച്ച രാജാവ് ആരാണ്? ഹരിസിംഗ് രാജാവ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം ഏതായിരുന്നു? ഹൈദരാബാദ്. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന കൃതി രചിച്ചത് ആരാണ്? ലാറി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും. എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചറാണ്. ഇങ്ങനെ പറഞ്ഞ ദേശീയ നേതാവ് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഗവർണർ ജനറലായ ഏക ഇന്ത്യക്കാരൻ ആരാണ്? സി രാജഗോപാലാചാരി. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം നടത്തിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് ജനുവരി 30. ആധുനിക മീര എന്നറിയപ്പെടുന്ന ഹിന്ദി കവയിത്രി മഹാദേവി വർമ്മ. ഏഷ്യയുടെ വിളക്ക് എന്നറിയപ്പെടുന്നത് ഗൗതമ ബുദ്ധൻ. AKG എന്നറിയപ്പെടുന്നത് ആയില്യത്ത് കുറ്റ്യാരി ഗോപാലൻ. മഹാമാന എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി മദൻ മോഹൻ മാളവ്യ. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യൻ ജേർണലിസം എന്നറിയപ്പെടുന്നത് തുഷാർ കാന്തി ഘോഷ്. രാജ്യസ്നേഹികളുടെ രാജകുമാരൻ, പ്രിൻസ് എമംഗ് ദ പേട്രിയറ്റ്സ് എന്ന് ആരെയാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? സുഭാഷ് ചന്ദ്രബോസിനെ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിവരശേഖരണ സംരംഭമായി അറിയപ്പെടുന്ന ഇന്ത്യൻ ഏജൻസി ദേശീയ തിരിച്ചറിയൽ അതോറിറ്റി UIDAI. ദേശീയ തിരിച്ചറിയൽ അതോറിറ്റിയുടെ ആദ്യ ചെയർമാൻ നന്ദൻ നിലേകനി. സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് വയനാട് ജില്ലയിലെ അമ്പലവയൽ. ഇന്ത്യയിൽ വൻതോതിലുള്ള സാമ്പിൾ സർവേകൾ നടത്തുന്നതിനായി നിലവിൽ വന്ന സ്ഥാപനം നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് NSSO. ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. കുമാരനാശാന്റെ നളിനി ഏത് കാവ്യവിഭാഗത്തിൽ പെടുന്നു? ഖണ്ഡകാവ്യം. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉള്ളൂർ S പരമേശ്വരയ്യർ. ഭാരതപ്പുഴയുടെ ഉദ്ഭവസ്ഥാനം ആനമല. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് JC ഡാനിയേൽ. ആരുടെ ഭരണകാലമാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത്? സ്വാതി തിരുനാൾ. വയലാർ അവാർഡ് ആദ്യമായി നേടിയത്? ലളിതാംബിക അന്തർജനം 1977 അഗ്നിസാക്ഷി എന്ന നോവലിന്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം ശരൺ നേഗി. ആര്യവല്ലി നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗുരുശിഖർ. അടൽ സേതു പാലം ഏത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? മണ്ഡോവി നദി. ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായത്? പാല നാരായണൻ നായർ. എത്ര ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബിൽ ലോക്സഭയിലേക്ക് പുനഃപരിഗണനയ്ക്ക് അയക്കേണ്ടത്? 14 ദിവസത്തിനുള്ളിൽ.
ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ആദ്യ വ്യക്തി? തകഴി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എവിടെയാണ്? ബംഗളൂരുവിൽ. ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബ്. കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം? മനില. സുവർണ പഗോഡകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം? മ്യാൻമർ. ആപേക്ഷികതാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡ്? ദ്രോണാചാര്യ അവാർഡ്. പ്രോട്ടീൻ നിർമ്മാണ യൂണിറ്റുകൾ എന്നറിയപ്പെടുന്നത്? അമിനോ ആസിഡുകൾ. കേടുവന്നാൽ വീണ്ടും വളരാത്ത ശരീരകോശങ്ങൾ? നാഡീകോശങ്ങൾ. ശരീരവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള ജലജീവി? ഡോൾഫിൻ. നാം ശ്വസിക്കുന്ന ഓക്സിജന്റെ 20% ഉപയോഗിക്കുന്ന അവയവം ഏതാണ്? മസ്തിഷ്കം. ന്യൂറോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? നാഡീവ്യൂഹം. ക്യാൻസർ ബാധിക്കാത്ത ശരീര അവയവം? ഹൃദയം. ഹൃദയമിടിപ്പ് നിരക്ക് ഏറ്റവും കുറഞ്ഞ സസ്തനം? നീലത്തിമിംഗലം. സാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം? ശ്വാസകോശം. എട്ടുകാലി, തേൾ എന്നിവയിൽ ശ്വസനത്തിന് സഹായിക്കുന്ന അവയവം? ബുക്ക് ലങ്സ്. നെഫ്രക്ടമി എന്നാൽ? വൃക്ക നീക്കം ചെയ്യൽ ശസ്ത്രക്രിയ. ബ്രഹ്മാനന്ദോദയം എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്? ആഗമാനന്ദ സ്വാമികൾ. പാചകവാതക സിലിണ്ടറുകളിൽ ചോർച്ച തിരിച്ചറിയുന്നതിനു വേണ്ടി ചേർക്കുന്ന ഗന്ധമുള്ള രാസവസ്തു? എഥൈൽ മെർക്യാപ്റ്റൻ. ഷോർട്ട് ഹാൻഡിന്റെ ഉപജ്ഞാതാവ്? ഐസക് പിറ്റ്മാൻ. പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനം? ഗട്ടേഷൻ. ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചത്? റുഡോൾഫ് ഡീസൽ. പ്രപഞ്ചം മുഴുവൻ എൻ്റെ നാടാണ് എന്ന് പ്രഖ്യാപിച്ച ബഹിരാകാശ സഞ്ചാരി? കൽപ്പന ചൗള. ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിൽ. ഐതിഹ്യമാല രചിച്ചത്? കൊട്ടാരത്തിൽ ശങ്കുണ്ണി. നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന അമ്ലം? സിട്രിക് അമ്ലം. ലോക പോളിയോ ദിനം? ഒക്ടോബർ 24. ഗീതാ ഗോവിന്ദത്തിന് ചങ്ങമ്പുഴ രചിച്ച വിവർത്തനം അറിയപ്പെടുന്നത്? ദേവഗീത. കേരളത്തിൽ നിന്നും കർണാടകയിലേക്കൊഴുകുന്ന നദി? കബനി. അന്തർദേശീയ കടുവാ ദിനം? ജൂലൈ 29. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ലാൽ ബഹാദൂർ ശാസ്ത്രി. ശ്രീകൃഷ്ണ ചരിതത്തെ ആസ്പദമാക്കി മലയാളത്തിലുണ്ടായ ആദ്യത്തെ മഹാകാവ്യം? കൃഷ്ണഗാഥ. ശ്വസനവേരുകൾ കാണപ്പെടുന്ന സസ്യങ്ങൾ? കണ്ടൽ സസ്യങ്ങൾ. ഭൂമധ്യരേഖയ്ക്ക് വടക്കുള്ള അർദ്ധഗോളം? ഉത്തരാർദ്ധഗോളം. സോഡ വെള്ളത്തിലെ ലീനം? കാർബൺ ഡൈ ഓക്സൈഡ്. നബാർഡിന്റെ ആസ്ഥാനം? മുംബൈയിൽ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായി അറിയപ്പെടുന്നത്? PC മഹലനോബിസ്. മദർ തെരേസ ജനിച്ച രാജ്യം? മുൻ
യൂഗോസ്ലോവ്യയിലെ മാസിഡോണിയയിൽ. ഇന്ത്യയിൽ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചത്? കാർഷിക കടത്തിൻ്റെ മേഖലയിൽ. സാർഗാസോ കടൽ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. കുട്ടംകുളം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം? കൂടൽമാണിക്യം ക്ഷേത്രം. മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ്, ശാസ്ത്രമില്ലാത്ത മതം കുരുടനും. ആരുടേതാണ് ഈ വാക്കുകൾ? ഐൻസ്റ്റീൻ്റെ വാക്കുകളാണിത്. APJ അബ്ദുൽ കലാമിന് ഭാരതരത്ന ലഭിച്ച വർഷം? 1997. പ്രസാർ ഭാരതി ആക്ടിനെ കുറിച്ച് പഠിക്കാൻ 1995 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി? സെൻഗുപ്ത കമ്മിറ്റി. EMS ഗ്രന്ഥകാരനായത് ആരെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിക്കൊണ്ടാണ്? ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ച്. ഒരേ സമയം ആസിഡിൻ്റെയും ക്ഷാരത്തിൻ്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്കുള്ള പേര് ആംഫോടെറിക്. നുമിസ്മാറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? നാണയത്തെക്കുറിച്ചുള്ള പഠനം. ആദ്യമായി ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെച്ച മനുഷ്യാവയവം? വൃക്ക. വിറ്റാമിൻ B12 ശാസ്ത്രനാമം? സയനോകോബാലമിൻ. മനുഷ്യൻ്റെ വൻകുടലിൽ വസിക്കുകയും വിറ്റാമിൻ B നിർമ്മാണത്തിന് സഹായിക്കുകയും ചെയ്യുന്ന ഈക്കോളി എന്ന സൂക്ഷ്മജീവി ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഒരു ബാക്ടീരിയയാണ്. ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഗ്രിഗർ മെൻഡൽ. പ്രകാശതരംഗങ്ങൾക്ക് വൈദ്യുത കാന്തിക സ്വഭാവമുണ്ടെന്ന് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? JC മാക്സ്വെൽ. ആറ്റത്തിലെ ന്യൂട്രോണുകളും പ്രോട്ടോണുകളും എന്ത് പേരിൽ അറിയപ്പെടുന്നു? ന്യൂക്ലിയോണുകൾ. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് തൃപ്തികരമായ വിശദീകരണം നൽകിയത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഗുഹകൾ, സമുദ്രജീവികൾ എന്നിവയുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനുള്ള സങ്കേതമാണ് യുറേനിയം തോറിയം ഡേറ്റിംഗ്. പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളിലെ ഹരിതകണങ്ങൾ എന്തായി മാറുന്നു? വർണ്ണകങ്ങളായി മാറുന്നു. കാർബൺ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണ്? 14 ഗ്രൂപ്പിൽ. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം? വർത്തമാന പുസ്തകം. കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ്? PT ചാക്കോ. കാർട്ടൂണിസ്റ്റ് ശങ്കർ മെമ്മോറിയൽ നാഷണൽ കാർട്ടൂൺ മ്യൂസിയം ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൃഷ്ണപുരത്ത്. ലിജാഹത്തുള്ള മുഹമ്മദീയ അസോസിയേഷൻ സ്ഥാപിച്ചത്? വക്കം മൗലവി. ധാരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമി ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറം? വെള്ള നിറം. ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം? GSAT-11. ഇന്ത്യയുടെ ആദ്യത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? ഇംഗ്ലണ്ടിന് എതിരെ. ആരാണ് ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത്? ഡേവിഡ് വാറൻ. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച ഇന്ത്യൻ താരം? മിതാലി രാജ്. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ഡാനിയൽ ഗബ്രിയേൽ ഫാരൻഹീറ്റ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. രക്തത്തിലെ ആൻറ്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം? പ്ലാസ്മയിൽ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിമ? വേലുത്തമ്പി ദളവയുടെ പ്രതിമ.
ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം? കാനഡ. ആര് ഒപ്പുവെക്കുന്നതിലൂടെയാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബിൽ നിയമം ആകുന്നത്? പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതിലൂടെ. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം? കോട്ടയം നഗരം. മരുഭൂമിയിൽ മരീചിക കാണപ്പെടുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? അപവർത്തനം. മക്സസെ പുരസ്കാരം നേടിയ ആദ്യ കേരളീയൻ? വർഗീസ് കുര്യൻ. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്? സുപ്രീം കോടതി. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ? ശാന്ത സിൻഹ. രാജ്യത്താദ്യമായി ഡ്രോൺ ഫോറൻസിക് ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത്? തിരുവനന്തപുരത്ത്. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനം? ലോക്പാൽ. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭിക്കാൻ അവസരമൊരുക്കുന്ന നിയമം? സേവനാവകാശ നിയമം. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യതേജസ് എന്നറിയപ്പെടുന്ന നിയമം? വിവരാവകാശ നിയമം. ഇന്ത്യയുടെ അന്റാർട്ടിക് പര്യവേക്ഷണത്തിൻ്റെ ആസ്ഥാനം? ഗോവ. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓറോളജി. മേഘങ്ങളുടെ ചലനദിശയും വേഗതയും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? നെഫോസ്കോപ്പ്. സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന സിങ്ക് സംയുക്തം ഏതാണ്? സിങ്ക് ഓക്സൈഡ്. വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം? ദൃശ്യപ്രകാശം. ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? A.O. ഹ്യൂം. ഇന്ത്യയിൽ ആദ്യത്തെ ഫീച്ചർ ഫിലിം? രാജ ഹരിശ്ചന്ദ്ര. മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത്? സർദാർ K.M. പണിക്കർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? പാലക്കാട് ജില്ല. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം? പ്രോട്ടോൺ. വളരെ താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്? ക്രയോജനിക്സ്. ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നതും കറൻസി നോട്ടുകൾ അച്ചടിച്ചിറക്കുന്നതുമായ സ്ഥാപനം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം? 1857. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത്? V.O. ചിദംബരം പിള്ള. നീൽദർപ്പൺ എന്ന നാടകം രചിച്ചത്? ദീനബന്ധു മിത്ര. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ? ആനന്ദമഠം. തെർമോമീറ്റർ കണ്ടുപിടിച്ചത്? ഗലീലിയോ. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച തെലുങ്കാനയിലെ ഗ്രാമം? പോച്ചംപള്ളി. ബയലാട്ടം എന്നുകൂടി അറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? യക്ഷഗാനം. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം? ചെമ്മീൻ. S.K. പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥയിൽ പരാമർശിക്കുന്ന കോഴിക്കോട്ടെ സ്ഥലം? മിഠായി തെരുവ്. ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം? ഗവി മ്യൂസിയം. പശ്ചിമഘട്ടവും പൂർവഘട്ടവും തമ്മിൽ സംഗമിക്കുന്നത്? നീലഗിരി കുന്നുകളിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വൈസ്രോയി? ലിൻലിത്ഗോ പ്രഭു. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയായ മാനുവൽ ഫ്രെഡറിക്കിൻ്റെ പേരിൽ
പുനർനാമകരണം ചെയ്ത റോഡ്? കണ്ണൂരിലെ പയ്യാമ്പലം ബീച്ച് റോഡ്. പാഠപുസ്തകങ്ങളിൽ പരാമർശിക്കുന്ന പ്രമുഖ വ്യക്തികളുടെ പേരിന് പിന്നാലെയുള്ള ജാതിപ്പേര് നീക്കാൻ ഉത്തരവ് നൽകിയ സംസ്ഥാനം? തമിഴ്നാട് സംസ്ഥാനം. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം? ഹൈഡ്രജൻ. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല? കൊല്ലം ജില്ല. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതി ആരുടേതാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ? കാർബൺ ഡേറ്റിംഗ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം? മധ്യപ്രദേശ്. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏതാണ്? ശ്വേത രക്താണുക്കൾ. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഹിന്ദുസ്ഥാൻ ബാങ്ക്. മാൽഗുഡി ഡേയ്സ് ആരുടെ കൃതിയാണ്? RK നാരായൺ. ദൂരദർശൻ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? 1959 സെപ്റ്റംബർ 15. മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം? ചെന്തുരുണി വന്യജീവി സങ്കേതം. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ ഭവൻ സ്ഥാപിച്ചത്? പണ്ഡിത രമാബായി. കേരള കലാമണ്ഡലം സ്ഥാപകൻ? വള്ളത്തോൾ നാരായണ മേനോൻ. മലബാർ കലാപം പ്രമേയമാക്കി കുമാരനാശാൻ രചിച്ച കൃതി? ദുരവസ്ഥ. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി? മഹാനദി. ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ? HV കനോലി. കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്ന വർഷം? 1985. ദേശീയ ശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത് എന്ന്? ഫെബ്രുവരി 28. ഉൽക്കകൾ ഭൗമാന്തരീക്ഷത്തിലെത്തുമ്പോൾ കത്തുന്നതിന് കാരണമായ ബലം? ഘർഷണബലം. കരിമീനിൻ്റെ ശാസ്ത്രീയ നാമം? എട്രോപ്ലസ് സുരാറ്റൻസിസ്. ഒരാറ്റത്തിൻ്റെ N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 32. നീണ്ടകരയിലെ മത്സ്യബന്ധന വ്യവസായവുമായി സഹകരിക്കുന്ന രാജ്യം? നോർവേ. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? അരുണാചൽ പ്രദേശിലൂടെ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം? ബുധൻ. കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ? തൃശൂർ കോർപ്പറേഷൻ. കലക്കത്തു ഭവനം ആരുടെ ജന്മഗൃഹമാണ്? കുഞ്ചൻ നമ്പ്യാരുടെ. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്? ദാദാഭായ് നവറോജി. രാജ്മഹൽ കുന്നുകൾ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഝാർഖണ്ഡ്. ഷിക് ടെസ്റ്റ് എന്ത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡിഫ്തീരിയ. കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീകാര്യം. ഇന്ത്യയിൽ ആദ്യത്തെ പബ്ലിക് സെക്ടർ ഓയിൽ റിഫൈനറി ഏതാണ്? ഗുവാഹത്തി റിഫൈനറി. ശ്രീലങ്കൻ ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ്? A.T. അരിയരത്നെ. സംവേദന നാഡിയെയും പ്രേരക നാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശം? ഇന്റർ ന്യൂറോൺ. ബന്ദ് ഭരണഘടനാ വിരുദ്ധമായി കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചത് എന്നായിരുന്നു? 1997 ജൂലൈ 28. ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന കൽക്കരി ഇനം ഏതാണ്?
ബിറ്റുമിനസ്. ഏത് ഋതുവിലാണ് ഇന്ത്യയിൽ പശ്ചിമാസ്വസ്ഥത അനുഭവപ്പെടുന്നത്? ശൈത്യകാലത്ത്. താടിയെല്ലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പല്ലിൻ്റെ ഭാഗം ദന്തമൂലം അഥവാ റൂട്ട്. മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് കാർബോണിക് ആസിഡ്. 1990 ഫെബ്രുവരി 4 എറണാകുളം ജില്ല ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര ജില്ലയായി പ്രഖ്യാപിച്ചത് ആരാണ്? VP സിംഗ്. ഗാന്ധാരി ഇൻ ബാൽക്കണി എന്ന ചിത്രം വരച്ചത് ആരാണ്? നന്ദലാൽ ബോസ്. ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം വ്യാഴം. സൗരയൂഥത്തിൽ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏതാണ്? ഭൂമി. സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രൻ. ഭൗമോപരിതല വസ്തുക്കളുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം, ഉയരം, സമയം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സംവിധാനം ഏതാണ്? ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം GPS. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചതാരാണ്? റെനെ ലെനക്. പരോപകാരി എന്ന കൃതി രചിച്ച നവോത്ഥാന നായകൻ മക്തി തങ്ങൾ. മനുഷ്യനാദ്യമായി നിർമ്മിച്ച കൃത്രിമ ധാന്യമാണ് ട്രിറ്റിക്കേൽ. മഹാഭാരതത്തിൽ അഗ്രവനം എന്ന പേരിൽ പരാമർശിച്ചിരിക്കുന്ന നഗരം ആഗ്ര. സാമൂഹിക ക്ഷേമ മന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ വനിതാ കമ്മീഷൻ സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത് KR ഗൗരിയമ്മ. 1929 കൊല്ലത്തു നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച മലയാള രാജ്യം എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? KG ശങ്കർ. തൊടുമ്പോൾ തൊട്ടാവാടി ചെടി വാടുന്നതിന് കാരണമായ പ്രതിഭാസം തിഗ്മോട്രോപ്പിസം. പായുന്ന വെടിയുണ്ടയിൽ ഉണ്ടാകുന്ന ഊർജം ഗതികോർജം. രാഷ്ട്രപതി ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ബജറ്റ് പാസാക്കുന്നത് എവിടെയാണ്? ലോക്സഭയിൽ. കേരളത്തിലാദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ EMS നമ്പൂതിരിപ്പാട്. കാട്ടിലെ തീനാളം എന്നറിയപ്പെടുന്ന മരം പ്ലാഷ് ബൂറ്റിയ മോണോസ്പെർമ. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങൾ ഏതാണ്? നാക്രിയസ് മേഘങ്ങൾ. 1822 ബോംബെ സമാചാർ സ്ഥാപിച്ചത് ആരാണ്? ഫർദൂൻജി മാർസ്ബാൻ. നാഷണൽ സെക്യൂരിറ്റി ആക്ട് പാർലമെന്റ് പാസാക്കിയ വർഷം 1980. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങൾ വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ ചിത്രീകരിച്ച പ്രശസ്ത ചിത്രകാരി അമൃത ഷെർഗിൽ. പടപ്പാളയങ്ങളിലെ ഭാഷ എന്നറിയപ്പെടുന്നത് ഉറുദു ഭാഷ. 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഭിഷഗ്വരൻ കൂടിയായ ഫ്രഞ്ച് സഞ്ചാരി ഫ്രാങ്കോയിസ് ബെർണിയർ. തേർഡ് വിൻഡോ എന്ന പദവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര പ്രസ്ഥാനം ലോകബാങ്ക്. ഭൂമിയുടെ അന്തരീക്ഷപാളിയെ പിടിച്ചു നിർത്തുന്ന ബലം ഗുരുത്വാകർഷണം. സംഘടിച്ച് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. ഇത് ആരുടെ വാക്കുകളാണ്? ശ്രീ നാരായണ ഗുരു. ദിബ്രു സൈഖോവ ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അസം. സന്ധിയിലെ അസ്ഥികൾ തമ്മിൽ ഉരസൽ കുറയ്ക്കുന്ന ദ്രവം സൈനോവിയൽ ദ്രവം. തിരുവിതാംകൂറിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ദിവാൻ എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള ഏക വ്യക്തി VS സുബ്രഹ്മണ്യ അയ്യർ. ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങൾക്ക് പറയുന്ന പേര് സൂപ്പർസോണിക് വിമാനങ്ങൾ. ഇന്ത്യൻ ഹോട്ടൽ വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS
ഒബ്രോയ്. ഡങ്കൽ ഡ്രാഫ്റ്റ് എന്ന പദം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലോക വ്യാപാര സംഘടന. ഹോർത്തൂസ് മലബാറിക്കസിനായി ആരെഴുതിയ പ്രസ്താവനയാണ് അച്ചടിക്കപ്പെട്ട ആദ്യ മലയാള രചനയായി കണക്കാക്കപ്പെടുന്നത്? ഇട്ടി അച്യുതൻ. മലയാള സാഹിത്യ വിമർശന രംഗത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട രൂപഭദ്രതാവാദം ഉയർത്തിയത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. ഇന്ത്യൻ പിക്കാസോ എന്നറിയപ്പെട്ട ചിത്രകാരൻ? MF ഹുസൈൻ. മലയാളിയായ അമ്മു സ്വാമിനാഥൻ തമിഴ്നാട്ടിലെ ഏത് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്താണ് ലോക്സഭാംഗമായത്? ദിണ്ടിഗൽ. ഏത് കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? വിത്തുകോശങ്ങൾ. പ്രമേഹം കാരണം ഉണ്ടാകുന്ന നേത്രരോഗം? ഡയബറ്റിക് റെറ്റിനോപ്പതി. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം? കരൾ. മാസ് സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത്? ലാവോസിയർ. ഏത് വിഷയത്തിലാണ് വർഗീസ് കുര്യൻ മക്സസെ അവാർഡിന് അർഹനായത്? സാമൂഹിക നേതൃത്വം, കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ്. കേരളത്തിൽ നാടുവാഴികളുടെ ആഭ്യന്തര ഭരണകാര്യങ്ങളിൽ നേരിട്ടിടപെട്ട ആദ്യ യൂറോപ്യൻ ശക്തി? ഡച്ചുകാർ. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി? കബനി നദി. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് പുറത്തു കാണുന്ന പ്രതിമ ആരുടേതാണ്? ടി മാധവറാവു. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ്? ലാറ്ററേറ്റ് മണ്ണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല? തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ. ഐറിസിൻ്റെ കറുപ്പ് നിറത്തിന് കാരണം? മെലാനിൻ. ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറം? കറുപ്പ് നിറം. ചുവപ്പ്, പർപ്പിൾ എന്നീ നിറങ്ങൾ നൽകുന്ന വർണ്ണകം? ആന്തോസയാനിൻ. ബ്ലാക്ക് വിഡോ എന്നറിയപ്പെടുന്ന ജീവി? ചിലന്തി. പച്ച നിറത്തിലുള്ള പ്രകാശം ഉണ്ടാകുന്ന ഡിസ്ചാർജ് ലാമ്പിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകം? ക്ലോറിൻ. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം? കരിമീൻ. ഭക്ഷണപദാർത്ഥങ്ങൾക്ക് നീല നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു? ഇൻഡിഗോ കാർമൈൻ. ഭക്ഷണപദാർത്ഥങ്ങൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു? എറിത്രോസിൻ. ഭക്ഷണപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു? ടാർട്രസിൻ. കറുത്ത വജ്രം എന്നറിയപ്പെടുന്ന ഇന്ധനം? കൽക്കരി. 1924 ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെയായിരുന്നു? ആലുവയിൽ. കേരള ദളിതൻ എന്ന ആശയം മുന്നോട്ട് വച്ച നവോത്ഥാന നായകൻ? പൊയ്കയിൽ അപ്പച്ചൻ. പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ ബഹുമതി നൽകിയത്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന പുസ്തകം രചിച്ചത്? AK ഗോപാലൻ. ജാതിനാശിനി സഭയുടെ ആദ്യ പ്രസിഡന്റ്? K കേളപ്പൻ. ജാതിനാശനം നവയുഗധർമ്മം എന്ന ആപ്തവാക്യവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്? സ്വാമി ആനന്ദതീർത്ഥൻ. ഏതിൻ്റെ അയിരാണ് ഗലീന? കറുത്തീയം. വെർട്ടിസോൾ എന്നറിയപ്പെടുന്ന മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണ്. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം? ആന. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം? പ്രകീർണനം. വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ്? കാർബൺ 14. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി? കുറ്റ്യാടിപ്പുഴ. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്?
വൈറ്റമിൻ ഇ. മനുഷ്യ ശരീരത്തിൽ വിറ്റാമിൻ ഡി നിർമ്മിക്കുന്നത് ഏത് ഭാഗത്താണ്? ത്വക്കിൽ. ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത്? നെപ്റ്റ്യൂണിൽ. ഒളിമ്പിക് വളയങ്ങളിൽ ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്ന വളയത്തിൻ്റെ നിറം മഞ്ഞ നിറം. ഒരു അടിമയായിരിക്കാൻ എനിക്കിഷ്ടമില്ലാത്തതുപോലെ തന്നെ ഒരു യജമാനനായിരിക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ. പുന്നത്തൂർ കോട്ട ഏത് മൃഗത്തിൻ്റെ സംരക്ഷണത്തിനാണ് പ്രസിദ്ധം? ആന. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിനും സ്കൂളുകളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വിഭാവനം ചെയ്ത പദ്ധതി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. രാത്രിയിൽ ഇലകൾ പുറത്തുവിടുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. നാംചിക് നാംഫുക് കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്. വിഷ്വൽ പർപ്പിൾ എന്നും അറിയപ്പെടുന്ന വർണ്ണവസ്തു റോഡോപ്സിൻ. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരു. മഞ്ഞപ്പനി യെല്ലോ ഫീവറിന് കാരണമായ വൈറസ് ആർബോ വൈറസ്. ദൃശ്യപ്രകാശം പ്രസരിപ്പിക്കാനാകാത്ത വിധം തണുത്തുപോയ വെളുത്ത കുള്ളൻ നക്ഷത്രം അറിയപ്പെടുന്ന പേര് കറുത്ത കുള്ളൻ നക്ഷത്രം. ശ്വേതരക്താണുക്കളുടെ ഉൽപ്പാദനം അമിതമായി കൂടുന്ന അവസ്ഥ ലുക്കീമിയ അഥവാ രക്താർബുദം. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം കൊണാർക്കിലെ സൂര്യക്ഷേത്രം. പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള കാർബണിക സംയുക്തം സെല്ലുലോസ്. ലാവാ പ്രവാഹത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണ്. പെട്രോളിയത്തിൻ്റെ അസംസ്കൃത രൂപം അറിയപ്പെടുന്ന പേര് ക്രൂഡ് ഓയിൽ. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ റോഡ് കോശങ്ങൾ. ബ്ലാക്ക് ഫുട്ട് ഡിസീസ് ഉണ്ടാകുന്നത് എന്ത് കാരണമാണ്? ആഴ്സനിക് മൂലം. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഊർജ സ്രോതസ്സാണ് ആണവ നിലയം. മാതങ്കി എന്ന താഴ്ന്ന സമുദായക്കാരിയായ യുവതി കഥാപാത്രമായ കുമാരനാശാന്റെ രചന ചണ്ഡാല ഭിക്ഷുകി. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ അരുണ രക്താണുക്കൾ. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹ സ്പ്ലീൻ. വൃക്കയിലെ ജീവധർമ്മപരമായ അടിസ്ഥാന ഘടകം നെഫ്രോണുകൾ. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് BR അംബേദ്കർ. വിറക് കത്തുന്ന പ്രവർത്തനം ഒരു രാസമാറ്റമാണ്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തമിഴ്നാട്. നീതി ആയോഗ് നിലവിൽ വന്ന വർഷം 2015. കേരള കൗമുദി പ്രസിദ്ധപ്പെടുത്തിയ വർഷം 1911. റെസിസ്റ്റൻസ് അളക്കുന്ന യൂണിറ്റ് ഓം. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ചിപ്കോ പ്രസ്ഥാനം. ലോക പുസ്തക ദിനം ഏപ്രിൽ 23. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർബൻസ്. മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില എത്ര ഫാരൻഹീറ്റാണ്? 98.6 ഫാരൻഹീറ്റ്. പ്ലേറ്റ്ലെറ്റുകൾ രൂപം കൊള്ളുന്നത് എവിടെയാണ്? അസ്ഥിമജ്ജയിൽ. ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ് ബിത്ര.
അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. അക്കമ്മ ചെറിയാൻ്റെ ആത്മകഥ ജീവിതം ഒരു സമരം. മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന മൂലകം മഗ്നീഷ്യം. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ജെ.സി. ബോസ്. കേരളത്തിലാദ്യത്തെ സ്പീഡ് പോസ്റ്റ് സെന്റർ എറണാകുളം. ബോംഡില ചുരം ഏത് സംസ്ഥാനത്താണ്? അരുണാചലിൽ. താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം 1983. അജിനോമോട്ടോയുടെ ശാസ്ത്രീയ നാമം മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. ജഡത്വ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി. ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡോപ്സൺ. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പട്ടുനൂൽ വ്യവസായത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം കർണാടക. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? പീറ്റ് മണ്ണ്. ട്രാൻസ്ഫോർമറിൻ്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാർ പദ്ധതി. ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഭാരത് വിധാത എന്ന പേരിൽ. ചൊവ്വയുടെ ചുവപ്പ് നിറത്തിന് കാരണം എന്തിൻ്റെ സാന്നിധ്യമാണ്? ഇരുമ്പിൻ്റെ. ആരുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? രാജീവ് ഗാന്ധി. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ. ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ജാർഖണ്ഡ് രൂപവൽക്കരിച്ചത്? ബീഹാർ. ഏഷ്യയുടെ നോബൽ എന്നറിയപ്പെടുന്നത് മഗ്സസെ അവാർഡ്. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യവസായി ശാന്തി പ്രസാദ് ജെയിൻ. ഏറ്റവും വേഗത്തിൽ വളരുന്ന പുൽവർഗ സസ്യം മുള. പട്ടം താണുപിള്ള രൂപീകരിച്ച പാർട്ടി പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. വാഗൻ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ കലാപവുമായി. ഭൂഗുരുത്വാകർഷണത്തോട് ചെടികൾ പ്രതികരിക്കുന്ന പ്രതിഭാസം ജിയോട്രോപ്പിസം. സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏതാണ്? ചുവപ്പ്. വിന്ധ്യ സത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി നർമ്മദ നദി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. ജലം നിറച്ച ഗ്ലാസിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നതായി തോന്നാൻ കാരണം അപവർത്തനം മൂലം. ആദ്യ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ള. കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയത് എം.ടി. വാസുദേവൻ നായർ. തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം വേദാരണ്യ കടപ്പുറം. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ആരുടേതാണ്? വൈകുണ്ഠസ്വാമികൾ. ആറ്റിങ്ങൽ കലാപത്തിനു ശേഷം ഒപ്പുവെച്ച ഉടമ്പടി വേണാട് ഉടമ്പടി. ഭാരതത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം 1951. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനം. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ശരാവതി നദി. ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഹിമാചൽ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി അരുണ ആസഫ് അലി.
പ്രാഥമിക ശില എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശില. മലബാർ കലാപം നടന്ന വർഷം 1921. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരമുള്ളതാർക്കാണ്? രാഷ്ട്രപതിക്ക്. അന്താരാഷ്ട്ര ശാസ്ത്ര ദിനം എന്നാണ് നവംബർ 10. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. സ്വാതി സംഗീത പുരസ്കാരം നേടിയ ആദ്യ വനിത DK പട്ടമ്മാൾ. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ PN പണിക്കർ. കേരള ക്രൂഷ്ചേവ് എന്നറിയപ്പെട്ടത് MN ഗോവിന്ദൻ നായർ. വൈദ്യുതീകരിക്കപ്പെട്ട ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നഗരം ബാംഗ്ലൂർ. ഏറ്റവും കുറച്ചുകാലം ആധുനിക തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജ. റിയർ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിറർ. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പുരഹിത നഗരം കോഴിക്കോട്. മഴവില്ലുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഹവായ് ദ്വീപുകൾ. മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചതാരാണ്? വക്കം മൗലവി. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി. ദേശീയ സാക്ഷരതാ മിഷൻ ആരംഭിച്ചത് 1988. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത മീരാബായി. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1905. ഇന്ത്യയിൽ ധവള വിപ്ലവം ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്ത്. പഞ്ചായത്തി രാജിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്ത. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേയൊരു ജില്ല വയനാട് ജില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ കോൺ കോശങ്ങൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം 1885. മലയാള ഭാഷയുടെ ആധുനിക ലിപി നടപ്പാക്കിയ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ. അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുമ്പോൾ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര് സിയാങ്. ആരുടെ ആത്മകഥയാണ് മൈ മ്യൂസിക് മൈ ലൈഫ് എന്നത്? പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ. ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യവാഹകരാണ് DNA. പനമരം കോട്ടയിൽ വെച്ച് ബ്രിട്ടീഷുകാർ വധിച്ച പഴശ്ശിരാജയുടെ അനുയായി തലയ്ക്കൽ ചന്തു. ഖരാവസ്ഥയിലുള്ള ഹാലോജൻ അയഡിൻ. 1987 ജൂൺ 1 കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രം മാധ്യമം പത്രം. ചർക്കതിരിക്കുന്ന ഗാന്ധിജിയുടെ വിഖ്യാതമായ ഫോട്ടോ എടുത്ത അമേരിക്കൻ ഫോട്ടോഗ്രാഫർ മാർഗരറ്റ് ബുർക്കെ വൈറ്റ്. ആകാശഗംഗ ഏതുതരം ഗാലക്സിയാണ്? സ്പൈറൽ ഗാലക്സി. വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ ഉപയോഗിക്കുന്ന കിരണങ്ങൾ ഇൻഫ്രാറെഡ് കിരണങ്ങൾ. നവഭാരതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു. ജമ്മു കശ്മീർ പുനഃസംഘടനാ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല വയനാട് ജില്ല. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26.
ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. കേരളത്തിൽ ഏറ്റവും അവസാനമായി രൂപീകരിച്ച ജില്ല കാസർഗോഡ് ജില്ല. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം. വൈക്കം സത്യാഗ്രഹത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന ജാഥ സവർണ ജാഥ. കേരളം പ്രശ്നങ്ങളും സാധ്യതകളും എന്ന പുസ്തകം രചിച്ച കേരള മുഖ്യമന്ത്രി സി അച്യുതമേനോൻ. തേനിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ മീഥൈൽ ഫിനൈൽ അസറ്റേറ്റ്. പാലിയം സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ വന്ന ഏത് നേതാവിനെയാണ് കൊച്ചി സർക്കാർ തടഞ്ഞത്? AK ഗോപാലൻ. കുടുംബ കോടതി എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് ദുർഗാഭായ് ദേശ്മുഖ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഔഷധം റിസർപിൻ. വാഗൺ ട്രാജഡിയിൽ മരണപ്പെട്ട തടവുകാരെ എവിടെയുള്ള ജയിലിലേക്കാണ് കൊണ്ടുപോയത്? ബെല്ലാരി. പോർച്ചുഗീസുകാരിൽ നിന്ന് ഡച്ചുകാർ പിടിച്ചെടുത്ത കേരളത്തിലെ ആദ്യ കോട്ട തങ്കശ്ശേരി കോട്ട. പല്ലിൽ രക്തക്കുഴലുകളും നാഡികളും സ്ഥിതി ചെയ്യുന്ന ഭാഗം പൾപ്പ് കാവിറ്റി. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ. ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്ന നദി മഹാനദി. എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1993. ഇന്ത്യയിൽ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല. കേരള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയത്ത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ച ഇന്ത്യൻ നേതാവ് താന്തിയോ തോപ്പി. ജനനമരണ ദിവസങ്ങൾ പൊതു ഒഴിവായി കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഏക വ്യക്തി ശ്രീനാരായണ ഗുരു. രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട സ്ഥലം പയ്യന്നൂർ. പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. ആര്യ സമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സത്യാർത്ഥ പ്രകാശം. ഹിന്ദു കോഡ് ബില്ലിന് രൂപം നൽകിയതിനാൽ ആധുനിക മനു എന്നറിയപ്പെട്ടത് ഡോക്ടർ അംബേദ്കർ. ഡൽഹി സർവകലാശാലയുടെ ചാൻസലർ ആരാണ്? ഉപരാഷ്ട്രപതി. സംസ്ഥാന വനം വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന മാസിക ആരണ്യകം. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യക്കാരൻ മിഹിർ സെൻ. വൈദ്യുതി കടത്തിവിടുന്നതും എന്നാൽ വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാകാത്തതുമായ പദാർത്ഥം മെർക്കുറി. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് ദാദാഭായ് നവറോജി. GST നിലവിൽ വന്ന തീയതി 2017 ജൂലൈ 1. മലബാർ യുദ്ധകാലത്ത് നടന്ന പൂക്കോട്ടൂർ യുദ്ധത്തിൻ്റെ നേതാവ് വടക്കേ വീട്ടിൽ മുഹമ്മദ്. അരി, ഗോതമ്പ്, കപ്പ, ചേന, ചേമ്പ് എന്നീ ഭക്ഷ്യവിഭവങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകമാണ് അന്നജം. അധസ്ഥിത വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടി ശബരി ആശ്രമം സ്ഥാപിച്ചത് TR കൃഷ്ണസ്വാമി അയ്യർ. 1848 കല്ലായിയിൽ പ്രൈമറി സ്കൂൾ ആരംഭിച്ചത് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സൗഹൃദ ജാഥ നയിച്ചത് KK കൗസല്യ. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ നീൽസ് ബോർ. ഐസോട്ടോപ്പുകൾ കണ്ടെത്തിയത് ഫ്രെഡറിക് സോഡി. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്കൗസ്റ്റിക്സ്. ഇന്ത്യയിൽ സിനിമാ രംഗത്തെ ഏറ്റവും ഉയർന്ന അവാർഡ് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ്. ആന്ധ്ര കേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നേതാവ് T പ്രകാശം.
വിറ്റാമിൻ ഇയുടെ രാസനാമം ടോക്കോഫെറോൾ. ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ജാർഖണ്ഡ്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് പരീതുപിള്ള. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ് കുമ്പളങ്ങി. ശാസ്ത്രീയമായ മത്സ്യകൃഷി അറിയപ്പെടുന്നത് പിസികൾച്ചർ. ശങ്കരാചാര്യർ ഗോവർദ്ധന മഠം സ്ഥാപിച്ചത് എവിടെയാണ്? ഒഡീഷയിലെ പുരിയിൽ. നളചരിത മാട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി. മലബാർ സിമന്റ് ഫാക്ടറി എവിടെയാണ്? വാളയാറിൽ. ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിത അമ്മു സ്വാമിനാഥൻ. മുതുകുളം പ്രസംഗം നടത്തിയതാരാണ്? മന്നത്ത് പത്മനാഭൻ. സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞ മേഘപാളികളാൽ ആവൃതമായ ഗ്രഹം ശുക്രൻ. ലോക നാട്ടറിവ് ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 22. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം ചിന്നാർ വനപ്രദേശം. തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ല വയനാട് ജില്ല. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല കണ്ണൂർ ജില്ല. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടം അറിയപ്പെടുന്നത് ബുലന്ദ് ദർവാസ. മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ പെഡോളജി. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയിസ് മാർട്ടിൻ. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു അയഡോപ്സിൻ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറ പാകിയ യുദ്ധം പ്ലാസി യുദ്ധം. മലബാറിലുണ്ടായ കർഷക കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ. കേരളത്തിലാദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 5. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം പൂർണ്ണാന്തരിക പ്രതിഫലനം. മലയാളി മെമ്മോറിയലിലെ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ബാരിസ്റ്റർ GP പിള്ള. കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ള സ്ഥലം കൊല്ലം ജില്ലയിലെ കുണ്ടറ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതി. ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിള നെല്ല്. കേളപ്പൻ എന്ന ജാലകം തുറന്നുവരുന്ന കാറ്റായിരുന്നു ഞങ്ങൾക്ക് ഗാന്ധിജി എന്ന് കെ കേളപ്പനെ പറ്റി പറഞ്ഞതാരാണ്? സുകുമാർ അഴീക്കോട്. പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രം ദീപിക. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിത എൻ്റെ ഗുരുനാഥൻ. എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന പുസ്തകം രചിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി. ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിള നെല്ല്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.